നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഓഹരി വിപണിയിൽ നമ്മൾ എപ്പോഴും തിരയുന്നത് വലിയ ലാഭം തരുന്ന മൾട്ടി ബാഗർ ഓഹരികളെയാണല്ലേ. എന്നാൽ സാധാരണക്കാരായ നിക്ഷേപകരെക്കാൾ മുൻപേ ഇത്തരം ഓഹരികളെ തിരിച്ചറിയാൻ സാധിക്കുന്നവരാണ് മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ. കാരണം അവർ വെറുതെ അല്ല ഒരു കമ്പനിയിൽ പണം ഇടുന്നത്. കൃത്യമായ ഫണ്ടമെന്റൽ അനാലിസിസും മാസങ്ങൾ നീളുന്ന റിസർച്ചും കഴിഞ്ഞിട്ടാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഡാറ്റയെ കുറിച്ചാണ്. കഴിഞ്ഞ 2 ക്വാർട്ടറുകളായി, അതായത് 6 മാസത്തോളമായി മ്യൂച്വൽ ഫണ്ട് മാനേജർമാർ തങ്ങളുടെ ഹോൾഡിംഗ്സ് കുറയ്ക്കാതെ കൃത്യമായി 9 മിഡ് ക്യാപ് സ്റ്റോക്കുകളിൽ നിക്ഷേപം ഉയർത്തുന്നുണ്ട്. ഈ ഓഹരികളുടെ പ്രത്യേകത എന്തെന്നാൽ ഇതിൽ ചില ഓഹരികൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 100%-ലധികം റിട്ടേൺസ് നൽകി കഴിഞ്ഞു എന്നതാണ്. ലിസ്റ്റിലെ ആദ്യത്തെ കമ്പനി ആദിത്യ ബിർള ക്യാപിറ്റൽ ആണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 108% റിട്ടേൺസ് ആണ് ഈ ഓഹരി നൽകിയിരിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഈ കമ്പനിയിലുള്ള തങ്ങളുടെ ഓഹരി പങ്കാളിത്തം 2025 ജൂണിലെ 5.76% നിന്നും ഡിസംബർ ആയപ്പോഴേക്കും 7.68% വർദ്ധിപ്പിച്ചു. ഓഹരി വില 169 രൂപയിൽ നിന്നും 354 രൂപയിലേക്കാണ് കുതിച്ചത്. രണ്ടാമതായി വരുന്നത് L&T ഫിനാൻസ് ആണ്. ഈ ഓഹരിക്ക് 99% റിട്ടേൺസ് നൽകാൻ സാധിച്ചു. 149 രൂപയിൽ നിന്നും 299 രൂപയിലേക്കാണ് ഓഹരി എത്തിയത്. ഇവിടെയും മ്യൂച്വൽ ഫണ്ടുകൾ തങ്ങളുടെ സ്റ്റേക്ക് 8.15% നിന്നും 11.86% ഉയർത്തിയിട്ടുണ്ട്. ഇന്ന് MSCI സൂചികയിൽ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിരിക്കും. ഫെബ്രുവരി 27 മുതൽക്കാണ് പുതുക്കിയ ഓഹരികൾ സൂചികയിൽ ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ FII പങ്കാളിത്തവും കൂടാൻ സാധ്യതയുള്ള ഓഹരി കൂടിയാണ് L&T ഫിനാൻസ്. അടുത്ത താരം ഓട്ടോമൊബൈൽ രംഗത്തെ പ്രമുഖനായ അശോക് ലെയ്ലാൻഡ് ആണ്. 100% വളർച്ചയാണ് ഓഹരിയും കൈവരിച്ചത്. അതായത് 106 രൂപയിൽ നിന്നും 215 രൂപയിലേക്ക് പറന്നു. അതിനാൽ മ്യൂച്വൽ ഫണ്ടുകൾ അവരുടെ ഹോൾഡിംഗ്സ് 8.32% എത്തിച്ചിരിക്കുകയാണ്. ഫാഷൻ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ നൈക്ക ഓഹരിയും ലിസ്റ്റിലുണ്ട്. 174 രൂപയിൽ നിന്നും 285 രൂപയിലേക്ക് ഉയർന്നുകൊണ്ട് 60% റിട്ടേൺസ് നൽകിയ ഈ കമ്പനിയിൽ മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഇപ്പോൾ 19.51% ഓഹരി പങ്കാളിത്തമുണ്ട്. അഞ്ചാമത്തെ ഓഹരി APL അപ്പോളോ ട്യൂബ്സ് ആണ്. ഓഹരി വില 1428 രൂപയിൽ നിന്നും 2269 രൂപയിലേക്ക് കുതിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 56% വളർച്ച രേഖപ്പെടുത്തിയ ഈ കമ്പനിയിൽ മ്യൂച്വൽ ഫണ്ടുകൾ തങ്ങളുടെ വിഹിതം 14.64% ഉയർത്തിയിട്ടുണ്ട്. ലിസ്റ്റിലെ 6ാമത്തെ താരം ലോറസ് ലാബ്സ് ആണ്. 54% റിട്ടേൺ നൽകിയ ഈ ഫാർമ ഓഹരിയിൽ മ്യൂച്വൽ ഫണ്ടുകൾ 9.49% സ്റ്റേക്ക് കൈവശം വെക്കുന്നുണ്ട്. 641 രൂപയിൽ നിന്നും 1005 രൂപയിലേക്കാണ് ഓഹരി എത്തിയത്. ഓഹരി വിലയിൽ 55% മുന്നേറ്റം പ്രകടമായിട്ടുണ്ട്. അടുത്തതായി വരുന്നത് കേരളത്തിന്റെ സ്വന്തം ഫെഡറൽ ബാങ്ക് തന്നെയാണ്. 52% ലാഭവിഹിതം നൽകിയ ഫെഡറൽ ബാങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾക്ക് 38.16% എന്ന വലിയ നിക്ഷേപമുണ്ട്. ഇത് ബാങ്കിലുള്ള അവരുടെ വിശ്വാസമാണ് കാണിക്കുന്നത്. കഴിഞ്ഞ വർഷം 188 രൂപയിൽ തുടർന്ന ഓഹരി 293 രൂപ വരെ എത്തിയിട്ടുണ്ട്. അതായത് 50%-ലധികം കുതിക്കാൻ സാധിച്ചു. പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിലും 2 പാദമായി നിക്ഷേപം ഉയർത്തുന്നുണ്ട്. 44% റിട്ടേൺസ് ആണ് ഈ സ്റ്റോക്ക് നൽകിയത്. 110 രൂപയിൽ നിന്നും 162 രൂപയിലേക്കാണ് ഓഹരി വില ഉയർന്നത്. മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ്സ് 7.15% വർദ്ധിച്ചു. ഭാരത് ഫോർജ് ആണ് അടുത്തത്. 39% ലാഭം നൽകിയ ഈ ഓഹരിയിൽ 22.7% സ്റ്റേക്കാണ് മ്യൂച്വൽ ഫണ്ടുകൾക്കുള്ളത്. 1140 രൂപയിൽ നിന്നും 1673 രൂപയിലേക്കാണ് ഓഹരി കുതിച്ചത്. ഡൽഹി വരിയിലുള്ള നിക്ഷേപവും ഉയർന്നിട്ടുണ്ട്. 27% നിന്നും 32%ലേക്കാണ് വർദ്ധിപ്പിച്ചത്. 317 രൂപയിൽ നിന്നും 435 രൂപയിലേക്കാണ് ഓഹരി പറന്നത്. കഴിഞ്ഞ വർഷം നിക്ഷേപകർക്ക് 37% റിട്ടേണും നൽകിയിട്ടുണ്ട്. 426 രൂപയിലാണ് ഓഹരി തുടരുന്നത്. ഇന്ന് വിപണി ശ്രദ്ധ പിടിച്ചുപറ്റിയ BHEL ഓഹരികളും മ്യൂച്വൽ ഫണ്ടുകളുടെ ഫേവറേറ്റ് പിക്സിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 2 പാദങ്ങൾ കൊണ്ട് 8.84%ലേക്ക് ഓഹരി പങ്കാളിത്തം ഉയർത്തിയിട്ടുണ്ട്. വിപണിയിൽ ഓഹരി ഇന്ന് 260 രൂപയിലാണ് തുടരുന്നത്. അതേസമയം രാംകോ സിമന്റ്സ് ഓഹരിയിൽ ഡിസംബർ പാദമായപ്പോഴേക്കും MF പങ്കാളിത്തം 18.12% വർദ്ധിച്ചിട്ടുണ്ട്. 895 രൂപയിൽ നിന്നും 1204 രൂപയിലേക്ക് ഉയർന്ന ഓഹരി 34% നേട്ടം നൽകിയിട്ടുണ്ട്. ഇന്ന് 1149 രൂപയിലാണ് തുടർന്നത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലും വളരെ ചെറിയ നിക്ഷേപമാണ് മ്യൂച്വൽ ഫണ്ടിനുണ്ടായിരുന്നത്. ജൂൺ പാദത്തിൽ വെറും 0.97% മാത്രം ഉണ്ടായിരുന്ന ഹോൾഡിംഗ്സ് ഇപ്പോൾ 5.32%ലേക്ക് വർദ്ധിച്ചതായി കാണാം. 50 രൂപയിൽ നിന്നും 66 രൂപയിലേക്ക് കുതിച്ച ഓഹരി കഴിഞ്ഞ വർഷം 33% നേട്ടമാണ് നൽകിയത്. മിഡ് ക്യാപ് ഇൻഡെക്സ് കഴിഞ്ഞ വർഷത്തിനിടെ നൽകിയ മികച്ച പ്രകടനത്തിന്റെ പ്രതിഫലനമാണിത്. മ്യൂച്വൽ ഫണ്ടുകൾ തുടർച്ചയായി ഓഹരികൾ വാങ്ങുന്നത് ആ കമ്പനികളുടെ ഭാവി വളർച്ചയിലെ ഉറപ്പാണ് കാണിക്കുന്നത്. എന്നാൽ നിക്ഷേപം നടത്തുന്നതിന് മുൻപ് നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറുമായി സംസാരിക്കാൻ മറക്കരുത്.